ഹലോ ഗായ്സ്, വയനാട് കൽപ്പറ്റപ്പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഗായ്സ്. വണ്ടിക്കകത്ത് 3 ടൺ വെയിറ്റ് ഉണ്ട്. വണ്ടി റൈറ്റ് സൈഡിലോട്ട് ചരുവാണ് ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇടത് സൈഡിൽ ചേർന്ന് വരുന്നത്. എനിക്ക് റൈറ്റ് സൈഡിലോട്ട് ഒരുപാട് ചരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഉൾപ്പെടെ കൊക്കയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്പീഡിൽ ഇങ്ങോട്ട് റിട്ടേൺ ഇറക്കമായതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്പീഡിലും വരാൻ പറ്റത്തില്ല. വല സൈഡിലോട്ട് ഒരുപാട് ചരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇടത് സൈഡിൽ ചേർന്നാണ് ഗായ്സ് ഞാൻ വന്നത്. വരുന്ന വരവ് കാണുമ്പോൾ അറിയാം, മാക്സിമം ഇടത് സൈഡിൽ ചേർത്ത് പിടിച്ചാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അതിന് ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്, സ്പീഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വല സൈഡിലോട്ട് വണ്ടി ചരിയുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മറിയുന്ന പോലെ ഒരു ഫീലാവണം. അത് രാത്രി വേറെ വണ്ടിയൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ഒറ്റ മനുഷ്യരില്ല. വയനാട്ടിലെ റോഡിൻ്റെ അവസ്ഥ രാത്രിയിൽ വന്നാലുള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഒറ്റ മനുഷ്യരില്ല, ഒറ്റ വണ്ടിയില്ല. ഫ്രണ്ടേ ആരെങ്കിലും വണ്ടി പോകുമ്പോൾ അതിൻ്റെ ഉറകെ പിടിച്ചു പോകാമെന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. വലിയ ടാസ്ക്കായിരുന്നു തിരിച്ചു വന്നപ്പോൾ. എയർടെൽ ടവറിൻ്റെ ബാറ്ററി മാറുന്ന പരിപാടിയായിരുന്നു. അതിനൊരു ടവറിൻ്റെ മണ്ടയിൽ കയറിയപ്പോൾ വലിയ കുഴിക്കകത്ത് വീണ് ബാറ്ററി എല്ലാം കൂടെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതായിരുന്നു ടാസ്ക്. രാത്രി എനിക്ക് വണ്ടി ഓടിച്ച് വരൽ ഭയങ്കര റിസ്ക്കായിരുന്നു. ഇടയ്ക്ക് കുറച്ച് വരെ ഓടിയിട്ട് ഞാൻ അവിടെ വണ്ടി ഒതുക്കി. അതിനുശേഷം ഞാൻ രാവിലെയാണ് അവിടുന്ന് വണ്ടി. അതുമല്ല, അടിവാരം എത്തിയപ്പോൾ വണ്ടിയുടെ ഹൗസിങ് പണി കിട്ടി. ഞാൻ അവിടെ വഴി കിടക്കുകയും ചെയ്തു. അന്നത്തെ ട്രിപ്പ് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു.